എറണാകുളം ചേന്ദമംഗലത്തെ രണ്ട് കുരുന്നുകളുടെയും തിരുവനന്തപുരം പാറശാലയിലെ മാതാപിതാക്കളുടെയും നിലവിളി ശബ്ദം നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു വിങ്ങലായി നിഴലിക്കുന്നുണ്ട്. ചോരയെ കുളിച്ചു കിടക്കുന്ന അമ്മയെയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും കണ്ടതിൻ്റെ നടുക്കത്തിലാണ് രണ്ട് പെൺകുട്ടികൾ. ചേന്ദമംഗലത്തെ കൂട്ടക്കൊലയിൽ നടുങ്ങിയ നാട്ടുകാർക്കും കഴിഞ്ഞ രാത്രി ഒരു പേടി സ്വപ്നമാണ്. ഇതോടൊപ്പം ഏറെ കോളിളക്കം സൃഷ്ടിച്ച പാറശാല ഷാരോൺ വധക്കേസിലും പാലക്കാട് നബീസ കൊലക്കേസിലും കേരളം കാത്തിരുന്ന ദിവസം. കാമുകന് കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ പ്രതി ഗ്രീഷ്മയ്ക്കുള്ള ശിക്ഷ എന്തായിരിക്കും? നബീസ കൊലക്കേസിലും പ്രതികളുടെ ശിക്ഷ നാളെ വിധിക്കും. ഈ കേസുകൾ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. തിരുവനന്തപുരം പാറശാലയിലെ ഷാരോണിൻ്റെ അച്ഛനും അമ്മയും വിധി കേട്ട് പൊട്ടിക്കരഞ്ഞു. മകനെക്കുറിച്ചുള്ള നീറുന്ന ഓർമ്മകൾ അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. അവൻ ജീവനോളം സ്നേഹിച്ച പെണ്ണിൻ്റെ ക്രൂരതയാണ് ആ മാതാപിതാക്കളെ തീരാ കണ്ണീരിലാക്കിയത്. 2022 ഒക്ടോബർ 25 പാറശാലയിൽ കഷായത്തിൽ വിഷം കലർത്തി കാമുകനെ യുവതി കൊലപ്പെടുത്തിയ സംഭവം കേരളത്തെ അടിമുടി ഞെട്ടിക്കുന്നതായിരുന്നു. കേസിൽ ഗ്രീഷ്മ എന്ന 22കാരി കുറ്റക്കാരിയാണെന്ന് വിധി വരുമ്പോൾ മലയാളികൾ കാത്തിരുന്ന ഉദ്യോഗഭരിതമായ ഒരധ്യായത്തിനാണ് പരിസമാപ്തിയാകുന്നത്. ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന അടക്കമുള്ള കുറ്റം തെളിഞ്ഞു. അമ്മാവൻ നിർമ്മൽ കുമാറും കുറ്റക്കാരനെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. എന്നാൽ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിട്ടുണ്ട്. പ്രതികൾക്കുള്ള ശിക്ഷ നാളെ വിധിക്കും. ആൺസുഹൃത്തായിരുന്ന ഷാരോണിനെ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ കേസിലാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടെ നിർണായക വിധി. കേസിലെ 1-ാം പ്രതി ഗ്രീഷ്മ, 3-ാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാർ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞു. നിർമ്മൽ കുമാർ തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നതായി കോടതി കണ്ടെത്തി. തെളിവുകളുടെ അഭാവത്തിലാണ് ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കേസിൽ നിന്ന് ഒഴിവാക്കിയത്. അതിൽ ഈ കേസില് പോലീസ് ചാർജ് അനുസരിച്ച് 1-ാം പ്രതിക്ക് മാത്രമാണ് ചാർജ് ഈ കൊലപാതക കുറ്റത്തിന് കൊടുത്തിരുന്നത്. പിന്നെ ബാക്കി 2-ാം പ്രതിക്കും 3-ാം പ്രതിക്കും കൊടുത്തിരുന്നത് തെളിവ് നശിപ്പിക്കലിനും മാത്രമാണ്. അപ്പൊ അതില് 2-ാം പ്രതി സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. അത് തെളിവ് നശിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എവിഡൻസിന്റെ അഭാവമാണ്. ഇത് വളരെ സങ്കീർണമായ ഒരു കേസാണ്. അതിന് തുടക്കം മുതലേ പോലീസ് അന്വേഷണത്തിൽ പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിട്ടിരുന്നുവെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ പിന്തുടർന്നുകൊണ്ടുള്ള അന്വേഷണമാണ് ഒരു ഒടുവിൽ കോടതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിലെ ഏറ്റവും വലിയ ചലഞ്ചായിരുന്നത് ഇത് കേരളത്തിലാണോ നടന്നത്, തമിഴ്നാട്ടിലാണോ നടന്നത് എന്നുള്ള ഡിസ്പ്യൂട്ടായിരുന്നു പ്രധാനമായിട്ടും. അതിനെ നമ്മൾ ഈ കേസ് ചാർജ് ചെയ്ത് ഞാൻ അന്വേഷണം എടുത്ത ശേഷം അതിനകത്ത് ഇതിൽ കേരളത്തിലാണ് ഇതിൻ്റെ സംഭവം നടന്നത്. കേരളത്തിൽ നിന്നും ഈ പയ്യനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടാണ് ഈ മരണം നടത്തിയതെന്നുള്ളതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അത് കോടതി അത് വിലയിരുത്തി അത് ശരിയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവർക്ക് അത് സുപ്രീം കോടതി വരെ ചലഞ്ച് ചെയ്ത് പോയ കേസാണ്. വിധിയിൽ സന്തോഷമുണ്ടെന്ന് ഷാരോണിന്റെ കുടുംബം പ്രതികരിച്ചു. 2-ാം പ്രതി സിന്ധുവിനെ വെറുതെ വിട്ടതിൽ ഹൈക്കോടതിയിൽ പോകുന്ന കാര്യം ശിക്ഷാവിധിക്ക് ശേഷം ആലോചിക്കും. വെറുതെ വിട്ടത് അവളെ അമ്മയും കൂടെ ചേർന്നല്ലേ എല്ലാം ചെയ്തത്. അവളെയും വെറുതെ വിടരുതായിരുന്നു. അവർക്കും ശിക്ഷ കൊടുക്കണം, 3 പേർക്ക് ശിക്ഷ കൊടുക്കണമായിരുന്നു. കോടതി ശക്തമായി നിന്നിട്ടുണ്ട് കോടതി. അതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അവളെ ശിക്ഷിച്ചതിൽ. പക്ഷേ സിന്ധുവിൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നുള്ളത് ഞങ്ങൾ തിരക്കും. എൻ്റെ കേസിൻ്റെ പിന്നാലെ ഞങ്ങൾ വീണ്ടും പോകും ഹൈക്കോടതി. മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഷാരോണിന് ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയതെന്നാണ് കേസ്. പാരസെറ്റമോൾ കലർത്തി ജ്യൂസ് ചലഞ്ച് നടത്തിയും ആദ്യ ഭർത്താവ് മരിക്കുമെന്ന അന്ധവിശ്വാസം പറഞ്ഞുമെല്ലാം ഗ്രീഷ്മ ഷാരോണിനെ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും ഇതെല്ലാം പരാജയപ്പെട്ടു. തുടർന്നായിരുന്നു വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് തോട്ടറ എന്ന ഗ്രാമത്തെ നടുക്കിയ നബീസ കൊലക്കേസ് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. കൂടത്തായി കേസിന് സമാനമായ കൊലപാതകം. നബീസ എന്ന വൃദ്ധമാതാവിനെ ചെറുമകനും ഭാര്യയും ചേർന്ന് കൊലപ്പെടുത്തിയത് ഭക്ഷണത്തിൽ വിഷം കലർത്തിയാണ്. 2016
ജൂൺ 24 നടന്ന ആ കേസിൽ പ്രതികളായ ബഷീർ, ഭാര്യ ഫസീല എന്നിവർ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. പ്രതികൾക്കുള്ള ശിക്ഷ നാളെ പ്രഖ്യാപിക്കും. ബഷീറിൻ്റെ പിതാവ് മുഹമ്മദിനെ വിഷപദാർത്ഥം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഫസീല 5 വർഷം കഠിന തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഭർത്തൃമാതാവിൻ്റെ മരണത്തിലും ഫസീലയുടെ പങ്കും അന്വേഷിക്കേണ്ടതാണ്. തോട്ടര ഈങ്ങാക്കോടൻ നബീസ എന്ന 71-കാരിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നബീസയുടെ മകളുടെ മകൻ ബഷീർ, ഭാര്യ ഫസീല എന്നിവർ കുറ്റക്കാരെന്ന് മണ്ണാർക്കാട് കോടതി കണ്ടെത്തിയത്. 2016 കേസിനാസ്പദമായ സംഭവം. റമദാൻ നോമ്പ് തുറക്കാനെന്ന വ്യാജേന വീട്ടിലേക്ക് വിളിച്ചുവരുത്തിയായിരുന്നു കൊലപാതകം. ചീരക്കറിയിൽ വിഷം കലർത്തി നൽകിയാണ് പ്രതികൾ ആദ്യ ശ്രമം നടത്തിയത്. ഇത് പാളിയെന്നുറപ്പായതോടെ രാത്രിയിൽ ബലമായി വായിലേക്ക് വിഷം ഒഴിച്ചു നൽകി മരണം ഉറപ്പിച്ചു. ഒരു ദിവസം മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ച് അടുത്ത ദിവസം റോഡിൽ ഉപേക്ഷിച്ചു. എഴുത്തും വായനയും അറിയാത്ത നബീസയുടെ സഞ്ചിയിൽ നിന്നും കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ഫസീലയാണ് ആത്മഹത്യാക്കുറിപ്പും സ്വിച്ച് ഓഫ് ചെയ്ത മൊബൈലും നബീസയുടെ സഞ്ചിയിൽ വെച്ചത്. മൃതദേഹം റോഡരികിൽ കണ്ട കാര്യം ബഷീർ തന്നെയായിരുന്നു പോലീസിനോട് വിളിച്ചു പറഞ്ഞത്. ബന്ധുക്കളുടെ മൊഴിയിൽ സംശയം തോന്നിയ പോലീസ് കേസ് അന്വേഷണത്തിനെന്ന വ്യാജേന പ്രതികളെ വിളിച്ചുവരുത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഈ കേസിൽ 2 പ്രതികളാണുള്ളത്. അതായത് 1-ാം പ്രതി ബഷീറും 2-ാം പ്രതി ഫസീലയും. ഈ 1-ാം പ്രതിയുടെ ഭാര്യയാണ് 2-ാം പ്രതി. ഈ കോടതി ഇന്ന് പറഞ്ഞത് 1-ാം പ്രതിയെ 302 IPC പ്രകാരവും 201 IPC പ്രകാരവും, അതായത് മർഡറിനും തെളിവ് നശിപ്പിക്കൽ എന്നീ 2 കുറ്റങ്ങൾക്കും കുറ്റക്കാരനാണെന്ന് കണ്ടു. 2-ാം പ്രതിയെ 302 IPC പ്രകാരം മറ്റേ കുറ്റക്കാരിയാണെന്ന് കണ്ടിട്ടുണ്ട്. ബന്ധുവിന്റെ മോഷണം പോയ സ്വർണം ഫസീലയിൽ നിന്ന് കണ്ടെടുത്തത് മറ്റുള്ളവരെ അറിയിച്ചതിന്റെ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചത്. തൃപ്പൂണിത്തുറയിൽ പർദ്ദ ധരിച്ചെത്തി മുളകുപൊടി സ്പ്രേ ചെയ്ത് പണവും ആഭരണവും കവർച്ച ചെയ്ത കേസിലും കല്ലേക്കാട് ബ്ലോക്ക് ഓഫീസിന് സമീപത്തെ ഫ്ളാറ്റിൽ നിന്ന് സ്വർണം കവർന്ന കേസിലുമടക്കം പ്രതിയാണ് ഫസീല. ഭർത്തൃപിതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഇവർക്ക് നേരത്തെ 5 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ന്യൂസ് 18 പാലക്കാട്. എറണാകുളം ചേന്ദമംഗലത്തെ കൂട്ടക്കൊലയ്ക്ക് സാക്ഷികളായി 2 കുരുന്നുകൾ. അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും കിടന്ന് പിടയുന്നത് കണ്ട വിനീഷയുടെ മക്കളായ ആരാധികയ്ക്കും അവനികയ്ക്കും ഇപ്പോഴും ആ നടുക്കം വിട്ടുമാറിയിട്ടില്ല. അയൽവാസിയായ കൊടും കുറ്റവാളിയുടെ ക്രൂരതയിൽ ഈ കുട്ടികൾക്ക് അവരുടെ അമ്മയെയും മുത്തശ്ശിയെയും നഷ്ടപ്പെട്ടു. അച്ഛനും ഗുരുതരാവസ്ഥയിൽ. ചേന്ദമംഗലത്തെ ഒരു കുടുംബത്തിലെ 3 പേരെ തലക്കടിച്ച് കൊന്ന കേസിലെ പ്രതി ഋതു ലഹരിക്കടിമയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ലഹരി കേസിലടക്കം പ്രതിയായ ഇയാൾ മനോരോഗത്തിന് ചികിത്സ തേടുന്നതിൻ്റെ ആനുകൂല്യത്തിലാണ് പല കേസുകളിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് നാടിനെ നടുക്കിയ കൂട്ടക്കൊല നടന്നത്. പേരേപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരെയാണ് അയൽവാസിയായ ഋതു കൊലപ്പെടുത്തിയത്. തലക്കടിയേറ്റ വിനീഷയുടെ ഭർത്താവ് ജിതിൻ ബോസ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അയൽവാസികൾ തമ്മിൽ നാളുകളായി തുടർന്ന വാക്കുതർക്കമാണ് കൊടും ക്രൂരതയിൽ അവസാനിച്ചത്. 3 പേരുടെയും തലക്കേറ്റ ആഴത്തിലുള്ള മുറിവുകളാണ് മരണകാരണം. വേണുവിന്റെ തലയിൽ മാത്രം 6 തവണ അടിയേറ്റു. വിനീഷയുടെ തലയിൽ 8 സെന്റിമീറ്റർ നീളത്തിൽ മുറിവുണ്ട്. ജിതിൻ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ്. സഹോദരിയെ കളിയാക്കിയതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. ജിതിനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ എത്തിയ പ്രതി ആദ്യം ആക്രമിച്ചത് വിനീഷയെ. ഇതിനു പിന്നാലെ വേണുവിനെയും ഉഷയെയും ആക്രമിച്ചു. ഒടുവിലാണ് ജിതിന്റെ തലക്കടിച്ചത്. ജിതിന്റെയും വിനീഷയുടെയും 2 കുട്ടികളുടെ കൺമുമ്പിൽ വെച്ചായിരുന്നു ആക്രമണം. പ്രതി ഋതുവിന് മാനസിക വൈകല്യമില്ലെന്ന് അന്വേഷണ സംഘത്തലവൻ മുനമ്പൻ ഡിവൈഎസ്പി ജയകുമാർ പറഞ്ഞു. മാനസിക പ്രശ്നത്തിനായി ഋതു ഒരു ആശുപത്രിയിലും ചികിത്സ തേടിയിട്ടില്ല. സംഭവ സമയം പ്രതി ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടില്ല. ഇയാൾ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും ഡിവൈഎസ്പി വ്യക്തമാക്കി. മെഡിക്കൽ എക്സാമിനേഷനിൽ ഡ്രഗിന്റെ സബ്സ്റ്റൻസ് ഒന്നുമില്ല.
ഈ മാനസിക നിലയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്ന് പറയുന്നതിൽ അങ്ങനൊന്നും ഇതുവരെ നമ്മുടെ അറിവിലില്ല. ഇല്ലല്ലോ, നോർമലാണ്. ഇതുവരെ അറിവിലില്ല അങ്ങനെ ഒരു സംഗതി ഉള്ളതായിട്ട്. അങ്ങനെ എവിടെയെങ്കിലും ഒരു കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് നടത്തിയതായിട്ടൊന്നും നമുക്കറിയില്ല. പറവൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഋതുവിനെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ നാടകീയ സംഭവങ്ങളാണ് കോടതി വളപ്പിൽ അരങ്ങേറിയത്. നാട്ടുകാർ ചേർന്ന് പ്രതിയെ മർദ്ദിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർക്കും മർദ്ദനമേറ്റു. ഇതിന്റെ ചികിത്സയ്ക്ക് വലിയ തുക ആവശ്യമുള്ളതിനാൽ നാട്ടുകാരുടെ സഹായം തേടിയിരിക്കുകയാണ് പഞ്ചായത്ത് അധികൃതർ. അതേസമയം ഇതിന് ചികിത്സാ സഹായം ഉറപ്പാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. ചികിത്സയ്ക്കായി സർക്കാർ സഹായം തേടും, ഇല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് ചികിത്സാ സൗകര്യം ഒരുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഗവൺമെന്റിനെ കൂടെ സമീപിക്കും, ഇല്ലെങ്കിൽ നമ്മളത് ചെയ്യും. ഇപ്പൊ തന്നെ ആശുപത്രിയിൽ വേണ്ട ഏർപ്പാടുകൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ നേരിട്ട് ബന്ധപ്പെട്ട ആശുപത്രിയിൽ ചെയ്തിട്ടുണ്ട്. സർക്കാരിൽ നിന്നുള്ള സഹായത്തിനു വേണ്ടി ശ്രമിക്കും. അത് കിട്ടിയില്ലെങ്കിലും അത് ഞാൻ തന്നെ അത് നേരിട്ട് ചെയ്യും. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഋതു നിരവധി കേസുകളിൽ പ്രതിയാണ്. അടുത്തിടെയാണ് ഇയാൾ ബംഗളൂരുവിൽ നിന്ന് നാട്ടിലെത്തിയത്. ചെറുപ്പം മുതൽ ഋതു ക്രിമിനൽ വാസന കാണിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. പ്രതിയുടെ പൂർവ്വകാല ചെയ്തികളും കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നുണ്ട്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. ന്യൂസ് 18 കൊച്ചി. നടൻ സൽമാൻ ഖാന്റെ വീടിന് നേരെയുണ്ടായ വെടിവെപ്പ്, മുൻമന്ത്രി ബാബ സിദ്ദിഖിയുടെ കൊലപാതകം, ഏറ്റവും ഒടുവിൽ സെയ്ഫ് അലി ഖാന് നേരെയുണ്ടായ ആക്രമണം. അതിസമ്പന്നരുടെയും സിനിമാ താരങ്ങളുടെയും കേന്ദ്രമായ മുംബൈയിലെ ബാന്ദ്ര രാജ്യത്തെ ക്രൈം ക്യാപിറ്റലായി മാറുകയാണ്. അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള കെട്ടിടത്തിൽ അതിക്രമിച്ചു കയറി സെയ്ഫ് അലി ഖാനെ ആക്രമിച്ചതിൻ്റെ ഞെട്ടലിലാണ് ബാന്ദ്ര എന്ന നഗരം. സംഭവം നടന്ന് ഒരു ദിവസം പിന്നിടുമ്പോഴും പ്രതിയെക്കുറിച്ച് ഒരു സൂചന പോലും ഇല്ലാത്തത് പോലീസിന് വെല്ലുവിളിയാകുന്നു. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തയാൾക്ക് കേസുമായി ബന്ധമില്ലെന്ന് ബാന്ദ്ര പോലീസ് അറിയിച്ചു. CCTV ദൃശ്യങ്ങളിൽ കണ്ട അക്രമിയോട് രൂപസാദൃശ്യമുള്ള ആളെയാണ് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് മുംബൈ പോലീസ് പിടികൂടിയത്. അക്രമിയുടെ കൈവശമുണ്ടായിരുന്നതിന് സമാനമായ ഒരു ബാഗും ഇയാളുടെ പക്കലുണ്ടായിരുന്നു. ബാന്ദ്ര പോലീസ് സ്റ്റേഷനിൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും ഇയാൾക്ക് ആക്രമണത്തിൽ പങ്കില്ലെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വിട്ടയച്ചു. നിലവിൽ കേസുമായി ബന്ധപ്പെട്ട് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും ആരും കസ്റ്റഡിയിലില്ലെന്നും പോലീസ് പറയുന്നു. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. അക്രമിയെ അവസാനം കണ്ടത് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷന് സമീപത്താണെന്ന് വിവരമുണ്ട്. അക്രമി റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിൽ രക്ഷപ്പെട്ടിരിക്കാമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. വാസെ, നലാസൊപ്പാറ, വിരാർ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് പരിശോധന. വളരെ ആസൂത്രിതമായി നടത്തിയ മോഷണശ്രമമെന്നാണ് സംശയിക്കുന്നതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ തുടരുകയാണ്. അക്രമിയെ സഹായിച്ചതാര്? അപ്പാർട്ട്മെന്റിന്റെ പ്ലാൻ ഇയാൾ എങ്ങനെ മനസ്സിലാക്കി? മോഷണമല്ലാതെ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? തുടങ്ങി എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. അദ്ദേഹത്തെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് മാറ്റി. കേസിൽ അന്വേഷണ സംഘം നാളെ സെയ്ഫ് അലി ഖാന്റെ മൊഴിയെടുക്കും. അക്രമി കുത്താനുപയോഗിച്ച കത്തിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. 6 തവണയാണ് അക്രമി സെയ്ഫിനെ കുത്തിയത്. അക്രമി ഉപയോഗിച്ച കത്തിയുടെ 2.5 ഇഞ്ച് നീളമുള്ള കഷണം സെയ്ഫിന്റെ നട്ടെല്ലിനിടയിൽ നിന്ന് നീക്കം ചെയ്തു. 2-3 ദിവസത്തിനകം സെയ്ഫിന് ആശുപത്രി വിടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 2:30യോടെയാണ് ബാന്ദ്രയിലെ വസതിയിൽ അതിക്രമിച്ചു കയറിയ മോഷ്ടാവ് സെയ്ഫ് അലി ഖാനെ ആക്രമിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കേരളത്തിലെ കുട്ടികൾക്ക് ഇതെന്താണ് സംഭവിക്കുന്നത്? കത്തിയും മാരകായുധങ്ങളുമായി ഭീതി പരത്തുന്ന കൗമാരക്കാർ. കോട്ടയം പാലായിൽ 9ാം ക്ലാസ്സുകാരനെ ഉപദ്രവിച്ച് നഗ്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് സഹപാഠികളാണ്. സഹപാഠികൾ ബലം പ്രയോഗിച്ച് നഗ്നനാക്കിയ ശേഷം വീഡിയോ പകർത്തി പ്രചരിപ്പിച്ചുവെന്നാണ് പിതാവിൻ്റെ പരാതി. സംഭവം വാർത്തയായതോടെ മന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്.
വെള്ളിയാഴ്ച നടന്ന ഹീനകൃത്യത്തിൻ്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പാലാ പോലീസ് കുട്ടിയുടെ മൊഴിയെടുക്കും. സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടോ എന്നും അന്വേഷിക്കണം. പാലാ സെന്റ് തോമസ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് ക്ലാസ്സിലുള്ള മറ്റു വിദ്യാർത്ഥികൾ ചേർന്ന് ഉപദ്രവിച്ചത്. ഈ മാസം 10-നായിരുന്നു സംഭവം. വിദ്യാർത്ഥിയെ ബലമായി പിടിച്ചുവെച്ച ശേഷം വസ്ത്രങ്ങൾ ഊരിമാറ്റുകയായിരുന്നു. വിദ്യാർത്ഥിയുടെ വസ്ത്രം ഊരിമാറ്റുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തു. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വിദ്യാർത്ഥിയുടെ അച്ഛൻ പാലാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സെന്റ് തോമസ് സ്കൂളിൽ 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന എൻ്റെ മകനെ കൂടെ പഠിക്കുന്ന സഹപാഠികൾ മാനസികമായിട്ട് പീഡിപ്പിക്കുകയും റാഗ് ചെയ്യുകയും ആ വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു തവണയല്ല, പല തവണയും ഇത് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഒരു സുരക്ഷിതത്വവും ഇല്ല. സാറന്മാർ ഇത് അറിയുന്നില്ല. അവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ കാണും. ഒരു തവണയല്ല, പല തവണയത് കൂടത്തിൽ പഠിക്കുന്ന പിള്ളേർ തന്നെ ഈ വീഡിയോ എടുത്ത് മൊബൈൽ സ്കൂളിൽ കൊണ്ടുവന്നാൽ വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഇതിനെതിരെ നടപടി സ്വീകരിക്കണം. സഹപാഠികളായ 7 പേർ ചേർന്നാണ് വിദ്യാർത്ഥിയെ ഉപദ്രവിച്ചതെന്നാണ് പിതാവ് ആരോപിക്കുന്നത്. സംഭവത്തിൽ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് വേണ്ട ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നും പിതാവ് ആരോപിച്ചു. സെന്റ് തോമസ് സ്കൂളിൽ നിന്ന് ഒരു പിള്ളേർക്ക് സുരക്ഷിതമില്ലാത്ത രീതിയിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഈ പിള്ളേരെ സ്കൂളിലേക്ക് വിടുന്നത്? വീട്ടിലിരിക്കുന്ന കാരണന്മാർ ഓരോ പണിയെടുത്തിട്ട് ജീവിക്കുന്ന ആൾക്കാർ എന്ത് വിശ്വാസത്തിന്റെ പുറത്തിട്ട് ആരെ വിശ്വസിച്ച് പിള്ളേരെ സ്കൂളിലേക്ക് വിടാൻ പറ്റും? കൂടെയുള്ള സഹപാഠികൾ ഇതുപോലെ പിള്ളേരെ റാഗ് ചെയ്ത് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരാ ഉത്തരവാദിത്തം പറയുന്നത്? അതേസമയം പരാതി വന്ന ഉടൻ തന്നെ യോഗം ചേർന്ന് പോലീസിന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരുന്നതായി സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. വിശദമായ അന്വേഷണം നടത്തിയ ശേഷം നടപടിയെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കോട്ടയം. ഉച്ചത്തിലുള്ള ഫോൺ വിളിയും അസഭ്യം പറച്ചിലുമായി ചിലർ സമൂഹത്തിലുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതൊന്നുമല്ല. കൊല്ലം കണ്ണനല്ലൂരിൽ മദ്യലഹരിയിൽ യുവാക്കളുടെ ഫോൺ വിളിയാണ് വലിയ സംഘർഷത്തിലെത്തിയത്. സമീപത്തെ ഹോട്ടലിലിരുന്നവർ ഇത് ചോദ്യം ചെയ്തതോടെ കൂട്ടയടിയായി. ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കണ്ണനല്ലൂർ മീയണ്ണൂരിന് സമീപം ഭഗവാൻ മുക്കിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടെ സംഘർഷമുണ്ടായത്. 3 പേർ മദ്യലഹരിയിൽ റോഡിലൂടെ നടന്നു വരികയായിരുന്നു. ഇതിലൊരാൾ ഉച്ചത്തിൽ ഫോണിലൂടെ അസഭ്യം പറയുകയും പരസ്പരം വഴക്കിടുകയും ചെയ്തു. സമീപത്തെ ഹോട്ടലിലിരുന്നവർ ഇത് ചോദ്യം ചെയ്തു. ഇതാണ് ആക്രമണത്തിന് കാരണം. കടയിൽ ചായ കുടിച്ചിരുന്ന പ്രമോദ്, രാഹുൽ എന്നിവർക്ക് മർദ്ദനമേറ്റു. സംഘർഷം നടക്കുന്നത് കണ്ട് പിടിച്ചുമാറ്റാൻ വന്ന സമീപത്തെ കടയുടമ ലിജിനെയും ആക്രമികൾ മർദ്ദിച്ചു. ഇവിടെ തന്നെ ഉള്ള ഈ പ്രദേശത്തുള്ള ഒരു 3 യുവാക്കൾ അവർ നല്ല രീതിയിൽ മദ്യപിച്ച് നല്ല രീതിയിൽ അവരെ മദ്യപിച്ചത് തന്നെയാണോ എന്ന് തന്നെ സംശയമാണ്. ആ രീതിയിലാണ് അവരുടെ ഒരു വരക്കം. വന്നിട്ട് ഫോണിൽ കൂടെ ചീത്ത വിളിക്കുകയെന്ന് ചോദിച്ചിട്ട് ഇവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന 2 പേരുമായിട്ട് സംസാരിച്ച് ആദ്യം സംസാരമായി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകളായി. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് വീണ്ടും പോയി ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ പിടിച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ ഇവർ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് പോയിട്ട് പിന്നെ വന്ന് കൈ കിട്ടിയ വടികളും അവരെ കയ്യിലുണ്ടായിരുന്ന കമ്പികളും അതുമൊക്കെ വെച്ചിട്ട് 2 പേരെ കൊടുത്ത് നല്ല രീതിയിൽ മർദ്ദിക്കുകയായിരുന്നു വിട്ട്. മർദ്ദനത്തിൽ ഗുരുതരമായി പരുക്ക് പറ്റിയ 2 പേർ മീയണ്ണൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഹോട്ടലിലെ ജീവനക്കാരിയായ രമണിക്കും പരുക്കുണ്ട്. കടയിലെ കസേരകളും മേശയും നശിച്ചു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 4 പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ആക്രമികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി കണ്ണനല്ലൂർ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. കർണാടകയിൽ വീണ്ടും തോക്ക് ചൂണ്ടി വൻ കവർച്ച.
മംഗളൂരു കൊട്ടക്കാർ സഹകാരി ബാങ്കിൽ നിന്നും മുഖംമൂടി ധരിച്ചെത്തിയ ആയുധധാരികളായ സംഘം 12 കോടിയോളം രൂപയുടെ സ്വർണവും പണവും കൊള്ളയടിച്ചു. തോക്ക്, വടിവാൾ, കത്തി എന്നിവ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി കറുത്ത ഫിയറ്റ് കാറിലാണ് സംഘം എത്തിയത്. 25-നും 35-നും ഇടയിൽ പ്രായമുള്ളവരാണ് പ്രതികളെന്നാണ് സൂചന. സംഭവത്തിൽ പ്രതികളെ പിടികൂടാൻ പ്രത്യേക പോലീസ് സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മംഗളൂരു KC റോഡിലെ കൊട്ടക്കാർ സഹകാരി ബാങ്കിലാണ് പട്ടാപ്പകൽ വൻ കവർച്ച നടന്നത്. മുഖംമൂടി ധരിച്ചെത്തിയ 5-അംഗ സംഘം ജീവനക്കാരെ തോക്കു ചൂണ്ടി ബന്ദികളാക്കിയാണ് കവർച്ച നടത്തിയത്. സ്വർണവും പണവും ഉൾപ്പെടെ 12 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം. കേരള കർണാടക അതിർത്തിയിലെ ടോൾ ഗേറ്റിന് സമീപത്തായാണ് കൊട്ടക്കാർ സഹകാരി ബാങ്ക്. കവർച്ച നടക്കുന്ന സമയത്ത് 5 ജീവനക്കാരാണ് ബാങ്കിൽ ഉണ്ടായിരുന്നത്. തോക്ക്, വടിവാൾ, കത്തി എന്നിവ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി കറുത്ത ഫിയറ്റ് കാറിലാണ് സംഘമെത്തിയത്. സംഘം ഹിന്ദിയിലാണ് സംസാരിച്ചിരുന്നതെന്ന് ജീവനക്കാർ മൊഴി നൽകി. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചതായി കർണാടക സ്പീക്കർ UT ഖാദർ പറഞ്ഞു. ಪೊಲೀಸ್ ಇಲಾಖೆ ಸಂಪೂರ್ಣ ಸಹಕಾರ ಕೊಡೋದು. ಪೊಲೀಸ್ ಇಲಾಖೆಯವರು ಸ್ಪೆಷಲ್ ಟೀಮ್ ಇದಕ್ಕೆ ಮಾಡಿಕೊಂಡು ಆನೆಸ್ಟ್ ಅಧಿಕಾರಿಗಳನ್ನು ಸಿಬ್ಬಂದಿಗಳಾಗಿ ಆದಷ್ಟು ಬೇಗನೆ ಪತ್ತೆ ಹಚ್ಚಲು ಕ್ರಮ ಕೈಗೊಳ್ಳುವುದು ಮಾತ್ರ ಅಲ್ಲ. 25-നും 35-നും ഇടയിൽ പ്രായമുള്ളവരാണ് കവർച്ച നടത്തിയതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. പ്രതികൾ എത്തിയ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. സംഭവത്തിന് ശേഷം സംഘം മംഗളൂരു ഭാഗത്തേക്കാണ് കടന്നുകളഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് ബംഗളൂരു ബീദറിൽ മുഖംമൂടി സംഘം 2 സുരക്ഷാ ജീവനക്കാരെ വെടിവെച്ച് 94 ലക്ഷം രൂപ കവർന്നത്. SBI ബാങ്കിന്റെ ATMിലേക്ക് നിറയ്ക്കാൻ കൊണ്ടുവന്ന പണമായിരുന്നു ഇത്. പ്രതികളെ പിടികൂടുന്നതിനായി ഊർജിതമായ അന്വേഷണം നടന്നുവരുന്നതിനിടയിലാണ് മംഗളൂരുവിൽ സമാനമായ സംഭവം നടന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കി കുമളിയിൽ സ്വകാര്യ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞിൻ്റെ മൃതദേഹം കല്ലറയിൽ നിന്നും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ആശുപത്രി അധികൃതരുടെ പിഴവാണോ മരണകാരണമെന്ന് കണ്ടെത്തണമെന്ന കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരമാണ് പോസ്റ്റ്മോർട്ടം. കുമളി സ്വദേശി സേവ്യറിൻ്റെയും ടിനുവിൻ്റെയും കുഞ്ഞ് മരിച്ചത് ഇക്കഴിഞ്ഞ 9-ാം തീയതിയാണ്. ഒമ്പതാം തീയതിയാണ് ടിനുവിനെ അവസാനവട്ട സ്കാനിങ്ങിനായി കുമളി സെന്റ് അഗസ്റ്റിൻസ് ആശുപത്രിയിൽ എത്തിച്ചത്. ഗർഭപാത്രത്തിൽ കുഞ്ഞ് തിരിഞ്ഞു കിടക്കുന്നതിനാൽ അഡ്മിറ്റ് ചെയ്യാൻ നിർദ്ദേശിച്ചു. 11-ന് ശസ്ത്രക്രിയ നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ ഹൃദയമിടിപ്പ് കുറഞ്ഞു വരുന്നതിനാൽ ഉടൻ സിസേറിയൻ നടത്തണമെന്ന് തൊട്ടടുത്ത ദിവസം ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ കുഞ്ഞ് മരിച്ച നിലയിലായിരുന്നുവെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. തുടർന്ന് കുമളി ലൂർദിപ്പള്ളി സെമിത്തേരിയിൽ കുഞ്ഞിനെ സംസ്കരിച്ചു. മരണകാരണം എന്താണെന്ന് പല തവണ ചോദിച്ചിട്ടും ആശുപത്രി അധികൃതർ കൃത്യമായ വിവരം നൽകിയില്ലെന്നാണ് മാതാപിതാക്കളുടെ പരാതി. മരണകാരണം എന്താണ്? റിപ്പോർട്ടിലെല്ലാം കറക്റ്റായ കാര്യങ്ങളാണ് അവർ പറയുന്നത്. പക്ഷെ അവർക്ക് എന്താണെന്ന് ഇപ്പോൾ അറിയുന്നില്ല. കാരണം ചോദിച്ചിട്ട് അതുപോലെ അവിടെ ചെന്നപ്പോൾ ഇവർ ഒപ്പിച്ച് കഴിച്ചു. പെട്ടെന്ന് തന്നെ ഓഫീസൊക്കെ ചെയ്തു. പക്ഷേ എൻ്റെ വൈഫ് വരുമ്പോൾ കൊച്ചിന് ഇവരോട് പറഞ്ഞിരുന്നത് കൊച്ചിന് അനക്കമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ വൈഫ് പെട്ടെന്ന് വന്ന് ലേബർ റൂമിൽ കയറി നോക്കുമ്പോൾ കൊച്ചിന് മരിച്ചിട്ട് അവർ ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട്. പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത്. ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗിന്റെ നേതൃത്വത്തിൽ ഫോറൻസിക് സംഘത്തിന്റെ സാന്നിധ്യത്തിലാണ് മൃതദേഹം പുറത്തെടുത്തത്. അതേസമയം ചികിത്സാപ്പിഴവ് ഉണ്ടായിട്ടില്ലെന്നും മരണകാരണം കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടം നടത്താൻ അന്ന് തന്നെ നിർദ്ദേശിച്ചിരുന്നതായും ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. ഹെൽമറ്റ് വെക്കാത്തതിന് മഹീന്ദ്ര താർ ഉടമയ്ക്ക് പെറ്റി ചുമത്തി പോലീസ്. ഇടുക്കി സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ള വാഹനത്തിനാണ് വിചിത്രമായ പിഴ ചുമത്തിയത്. പിശക് ചൂണ്ടിക്കാട്ടിയെങ്കിലും
അധികൃതർ നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്തതോടെ പിഴയടച്ച ഉടമ പെറ്റി ഒഴിവാക്കി. ഇതിൽ പിഴവ് വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇടുക്കി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള KL44E 2387 എന്ന നമ്പറിലുള്ള മഹീന്ദ്ര ഥാർ വാഹനത്തിലാണ് വിവാദ പെറ്റി ലഭിച്ചത്. ഹെൽമറ്റ് ധരിക്കാത്ത സ്കൂട്ടർ സഹയാത്രികയുടെ ചിത്രം ഉൾപ്പെടുത്തിയാണ് ഥാറിന് പെറ്റി ചുമത്തിയത്. 2023 ഫെബ്രുവരിയിൽ പെരുമ്പാവൂർ സ്റ്റേഷൻ പരിധിയിൽ നടന്ന നിയമലംഘനമെന്നാണ് നോട്ടീസിൽ സൂചിപ്പിക്കുന്നത്. വാഹന രജിസ്ട്രേഷൻ നമ്പറിൽ പിശക് സംഭവിച്ചതാകാമെന്നും പെറ്റി ഒഴിവാക്കി തരാൻ നടപടി സ്വീകരിക്കണമെന്നും പെരുമ്പാവൂർ പോലീസിനോട് വാഹന ഉടമ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അധികൃതർ പെറ്റി ഒഴിവാക്കുകയോ വ്യാജ നമ്പറിലുള്ള വാഹനമാണോ എന്ന് പരിശോധിക്കുകയോ ചെയ്തില്ല. പിഴ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതോടെ വാഹനത്തിന്റെ വിൽപ്പനയും പ്രതിസന്ധിയിലായി. എൻ്റെ വണ്ടി ഒരു 2017 CRD കാറാണ്. അപ്പം ഇതിൻ്റെ പേര് മാറാനായിട്ട് ഞാൻ ചെന്നപ്പോൾ ഇതിന് പെറ്റി ഉണ്ടെന്ന് പറഞ്ഞു. പെറ്റി അടയ്ക്കാനായിട്ട് ചെന്നപ്പോൾ അത് ചെക്ക് ചെയ്തപ്പോൾ ഒരു സ്കൂട്ടിയുടെ ഫോട്ടോയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ശരിക്കും ഈ വണ്ടിയുടെ പെറ്റി അല്ലിത്. അതുകൊണ്ട് ഞാൻ ഉദ്യോഗസ്ഥരെ കണ്ടപ്പം ഇത് പെറ്റി അടയ്ക്കാനുള്ള മുന്നോട്ടുള്ള തീരുമാനം എന്താണെന്ന് അവർക്കും പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നാണ് പറഞ്ഞത്. ഒടുവിൽ ഹെൽമറ്റ് വയ്ക്കാത്തതിന് വന്ന പിഴ അടച്ചാണ് ഥാർ ഉടമ പ്രതിസന്ധി ഒഴിവാക്കിയത്. സാങ്കേതിക തകരാർ മൂലം സംഭവിച്ച പിഴവാണെങ്കിലും അത് സൂചിപ്പിച്ചിട്ടും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്ന് മാത്രമല്ല, കിലോമീറ്ററുകൾ അകലെയുള്ള സ്റ്റേഷനിലെത്തി വിവരം ധരിപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയത്. വാഹനത്തിന്റെ പൂർണ്ണമായ വിവരങ്ങളെല്ലാം ഓൺലൈനിൽ ലഭ്യമാണെന്നിരിക്കെയാണ് യാതൊരു പരിശോധനയും നടത്താതെ ഉദ്യോഗസ്ഥർ കേസ് രജിസ്റ്റർ ചെയ്തത്. ന്യൂസ് 18 ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൊല്ലം പോരുവഴി ശാസ്താംനടയിൽ അബ്കാരി കേസിലെ പ്രതിയെ പിടികൂടിയത് വീടിന്റെ വാതിൽ പൊളിച്ച്. പിടിയിലായ പ്രതി കൃഷ്ണകുമാറിന്റെ വീട്ടിൽ നിന്നും 10 ലിറ്ററോളം വിദേശ മദ്യവും പാൻ മസാല ശേഖരവും കണ്ടെടുത്തു. എറണാകുളത്ത് ഫ്ളാറ്റിൽ നിന്നും ലഹരി മരുന്നുമായി ഡോക്ടർ പിടിയിൽ. MDMA, LSD, ഷുഗർ ക്യൂബ്, കഞ്ചാവ് എന്നിവയുമായി പിടിയിലായത് ആലപ്പുഴ വലിയ വീട്ടിൽ രഞ്ജു. കുട്ടമ്പുഴ ആനവേട്ട കേസ് പ്രതികൾക്ക് 4 വർഷം കഠിന തടവും 15,000 രൂപ പിഴയും ശിക്ഷ. മാമലക്കണ്ടം സ്വദേശികളായ അജി, സഹോദരൻ ബാബു, ഷാജി എന്നിവരെയാണ് കോതമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചത്. വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയയാൾ ഇരിങ്ങാലക്കുടയിൽ പിടിയിൽ. ഒളിവിൽ കഴിയവേ പിടിയിലായത് കാറളം സ്വദേശി സുനിൽ കുമാർ. കോഴിക്കോട് താമരശ്ശേരിയിൽ അനധികൃത ഗ്യാസ് റീഫില്ലിംഗ് കേന്ദ്രത്തിൽ സിവിൽ സപ്ലൈസ് റെയ്ഡ്. 2 റീഫില്ലിംഗ് യന്ത്രങ്ങളും 40 സിലിണ്ടറുകളും വ്യാജ സീലുകളും പിടിച്ചെടുത്തു. കഴിഞ്ഞ നവംബറിൽ ആലപ്പുഴ മണ്ണഞ്ചേരിയും സമീപ പ്രദേശങ്ങളും കുറുവാഭീതിയിലായിരുന്നു. ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ രാജകുമാരി എന്ന പ്രദേശത്തെ ആളുകളാണ് ആശങ്കയിൽ കഴിയുന്നത്. 8 വർഷത്തോളമായി രാജകുമാരിയിൽ ആക്രി സാധനങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയിരുന്ന കറുപ്പയെയും നാഗരാജുവും കുറുവാ സംഘത്തിൽപ്പെട്ടവരാണോ? മണ്ണഞ്ചേരിയിൽ കുറുവാ സംഘം നടത്തിയ മോഷണവുമായി ബന്ധപ്പെട്ട് ഇവരെ തേടി പോലീസ് എത്തിയപ്പോൾ രാജകുമാരിക്കാരും ഞെട്ടി. വ്യാജ പേരിൽ കുടുംബത്തിനൊപ്പമാണ് ഇവർ ഇവിടെ കഴിഞ്ഞിരുന്നത്. ഇതുപോലെ വ്യാജ പേരുകളിൽ കുറുവാ സംഘങ്ങൾ കേരളത്തിൽ ഒളിച്ച് കഴിയുന്നുണ്ടോ? പോലീസ് അന്വേഷിക്കണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.